Node.js tutorial chapter 3 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മോഡ്യൂൾസിനെ കുറിച്ചാണ്. സോ മോഡ്യൂൾസ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു JavaScript ഫയലാണ്. സോ അതിനുള്ളിൽ കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. സോ ആ ഫംഗ്ഷൻസും കാര്യങ്ങളും നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ പ്രധാനമായും 3 തരത്തിലുള്ള മോഡ്യൂൾസ് ആണുള്ളത്. കോർ മോഡ്യൂൾസ്, അഥവാ ബിൽറ്റ് ഇൻ മോഡ്യൂൾസ്, രണ്ടാമതായി ലോക്കൽ മോഡ്യൂൾസ്, മൂന്നാമതായി NPM തേർഡ് പാർട്ടി മോഡ്യൂൾസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത് കോർ മോഡ്യൂൾസിനെ കുറിച്ചാണ്. കോർ മോഡ്യൂൾസ് എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് എന്ന് നമുക്കിതിനെ വിളിക്കാം. സോ നമ്മൾ Node.js ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആവുന്ന കുറച്ച് മോഡ്യൂൾസ് ആണ്. ഈ മോഡ്യൂൾസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡ്യൂൾസ് ആണ്. സോ നമ്മൾ ഒരുപാട് തവണ ഉപയോഗിക്കുന്ന മോഡ്യൂൾസ് ആണ്. സോ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. Node.js ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഇതിനുള്ളിലുള്ള ഫംഗ്ഷനാലിറ്റീസും മറ്റു കാര്യങ്ങളും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത ശേഷം റിക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് മോഡ്യൂൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ മോഡ്യൂളിനുള്ളിലുള്ള ഫംഗ്ഷനും മെത്തേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണമായി കോർ മോഡ്യൂൾസിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ Node.jsന്റെ വെബ്സൈറ്റിൽ പോവുക, അതിൽ ഡോക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു വേർഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ മോഡ്യൂൾസ് കാണാൻ സാധിക്കും. ഉദാഹരണമായി നമ്മളിവിടെ HTTP, അതുപോലെ ഫയൽ സിസ്റ്റം, ഇവൻറ്റ്സ്, അതുപോലെ URL, അതുപോലെ പാത്ത്, OS തുടങ്ങിയവയെല്ലാം Node.jsന്റെ ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് ആണ്. ഉദാഹരണമായി നമ്മൾ HTTP എടുത്തു കഴിഞ്ഞാൽ HTTP മോഡ്യൂൾസ് ഉപയോഗിച്ച് നമുക്ക് സെർവർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതിൻ്റെ HTTP മോഡ്യൂളിലുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. സോ നിങ്ങൾക്ക് ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് HTTP മോഡ്യൂൾ ഉപയോഗിച്ച് നമ്മളൊരു സെർവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു സിമ്പിൾ ഒരു ടെക്സ്റ്റ് റെസ്പോൺസ് ലഭിക്കുന്ന സെർവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ index.html വരിക. നമ്മൾ തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്യുന്നു ഇവിടെ നിന്ന്. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, HTTP എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ പഠിച്ച പോലെ റിക്വയറിനുള്ളിൽ നമ്മൾ നമ്മുടെ മോഡ്യൂൾ നെയിം കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കോർ മോഡ്യൂളാണ്, ബിൽറ്റ് ഇൻ മോഡ്യൂളാണ്. നമ്മൾ HTTP മോഡ്യൂളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശേഷം നമ്മൾ താഴെ വരുന്നു. നമുക്കൊരു സെർവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആ ഒരു URL ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് http.create server എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ക്രിയേറ്റ് സെർവർ. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളൊരു കാൾ ബാക്ക് ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. നമ്മളൊരു ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു റിക്വസ്റ്റ്, അതുപോലെ ഒരു റെസ്പോൺസ്. ശേഷം ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ ആ ഒരു സെർവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കണം. സോ നമ്മളിവിടെ response.write നമ്മളിവിടെ റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു. സോ നമ്മളിവിടെ ഹലോ HTTP മോഡ്യൂൾ എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ റെസ്പോൺസ് എൻഡ് ചെയ്യാം. res.end എന്ന് പറയുന്ന ഫംഗ്ഷൻ എൻഡ്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിലാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ പോർട്ട് നമ്പർ കൊടുക്കാം. സോ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് ആ പോർട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിവിടെ ലിസൺ എന്ന് പറയുന്ന മെത്തേഡ്, ഇതിനുള്ളിൽ നമ്മുടെ പോർട്ട് നമ്പർ തൽക്കാലം ഒരു 80 കൊടുക്കാം. ശേഷം നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ ഈ ഒരു രീതിയിൽ വരാൻ കാരണം നമ്മൾ പ്രെറ്റിയർ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ്. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് ഡോക്യുമെൻ്റ് എന്ന് കാണാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ താഴോട്ട് എൻ്റർ ചെയ്ത് നോക്കുക. സോ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ഡോക്യുമെൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഓട്ടോമാറ്റിക്കായി ഫോർമാറ്റ് ആവുന്നതായിരിക്കും. സോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോർമാറ്റ് ഡോക്യുമെൻ്റ് വിത്ത് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രെറ്റിയർ കാണാൻ സാധിക്കും. സോ നമുക്കത് സെലക്ട് ചെയ്യാം. അതുപോലെ അല്ലെങ്കിൽ ഡിഫാൾട്ട് ഫോർമാറ്റർ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സോ നമ്മൾ പ്രെറ്റിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് റൺ ചെയ്യാം. നോഡ് ഇൻഡെക്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് നമ്മൾ :8080 എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. 8080 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഹലോ ഫ്രം HTTP മോഡ്യൂൾ എന്ന് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത ആ ഒരു സംഭവമാണ്. നമ്മൾ ഈ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ HTTP എന്ന് പറയുന്ന മോഡ്യൂൾ ഉപയോഗിച്ചാണ്. ഈ ഒരു HTTP എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ഉപയോഗിച്ചാണ് നമ്മളൊരു സിമ്പിൾ സെർവർ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മളൊരു മെസ്സേജ് ഇതുപോലെ റെസ്പോൺസ് ആയി കൊടുത്തു. ഇത്തരത്തിൽ നമുക്ക് കോർ മോഡ്യൂൾസ് ഉപയോഗിക്കാം. കോർ മോഡ്യൂൾസ് എന്ന് പറയുന്നത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് പ്രത്യേകം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല.